ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് അതിമഹത്തായൊരു പ്രേമത്തിൻ്റെ ചരിത്രമാണ് ഈ പ്രേമകാവ്യത്തിലെ ഇതിവൃത്തം. ലോകത്തിലുള്ള സകല പ്രേമവും സ്നേഹവുമെല്ലാം സ്വാർത്ഥത നിറഞ്ഞതാണ്. എന്നാൽ സ്വാർത്ഥത നിശേഷമില്ലാത്തതായ പ്രേമത്തിൻ്റെ ഊഷ്മളത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കിയിട്ടുണ്ടോ? സത്യത്തിൽ എല്ലാവരും നോക്കി പാർത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിനാണ്. ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്ന കുടുംബങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ ഊഷ്മളത എന്നേക്കും നിലനിൽക്കുന്നു. വിശ്വോത്തര ഭാവസുന്ദരമായ ഈ സ്നേഹത്തിൻ്റെ പരമോന്നത അവസ്ഥയിലേക്ക് ഈ കലാസൃഷ്ടി നിങ്ങളെ നടത്തുമാറാകട്ടെ. ജ്ഞാനായ കല്യാണപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ആരാണീ ചാരുസ്വരൂപിണി? ആരാണീ അതിസുന്ദരി? ഇതൊരു സമസ്യയാണ്. എന്നാൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇവളെ പരിചയമുണ്ട്, നല്ല പരിചയമുണ്ട്. നിങ്ങളുടെ മുഖം ഇവിടെ നിങ്ങൾ കാണുന്നുവോ? ഇല്ലെങ്കിൽ ഈ ചരിത്രം ഏറ്റുവാങ്ങുന്ന നിങ്ങൾ തന്നെയാണ് ഈ ദിവ്യസുന്ദരി എന്ന് കാവ്യാവസാനത്തെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താം. ഇതൊരു രഹസ്യമാണ്, ഇതൊരു സമസ്യയാണ്. ഇവളുടെ സൗന്ദര്യത്തിനും വിശുദ്ധിക്കും യോജിച്ച പുരുഷൻ ഈ ഭൂമിയിലില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് മണവാളൻ എത്തുന്നത്. ഇവളുടെ കല്യാണ മുഹൂർത്തം വളരെ അടുത്തുപോയി. സാധാരണ കല്യാണ നിശ്ചയം പോലെ അല്ലായിരുന്നു ഇവളുടെ കല്യാണ നിശ്ചയം. മണവാളൻ്റെ ചങ്കിലെ ചെഞ്ചോര കൊണ്ടാണ് ഇവൾ കല്യാണ നിശ്ചയം ചെയ്തത്. പ്രേമത്തിൻ്റെ കെടാത്ത തീയിൽ വാർത്തെടുത്ത മോതിരമായിരുന്നു ഇവൾക്ക് കിട്ടിയ അച്ചാരം. ഈ അച്ചാര മോതിരം വെറുമൊരു മോതിരമായിരുന്നില്ല. പരിശുദ്ധാത്മാവിലും തീയിലും നിമജ്ജന സ്നാനം നടത്തുന്നവൻ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനാൽ നിത്യമണവാട്ടിയായി ഇവളെ മുദ്രണം ചെയ്തിരിക്കുന്നു. മണവാളൻ തിരുവായ്മൊഴിഞ്ഞ് ഈ മണവാട്ടിയോട് പറയുന്നത് വ്യക്തിപരമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ
അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയുമായിരുന്നു, ഞാൻ നിനക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നീയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിന്നെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ സ്വരം വ്യക്തിപരമായി നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ടോ? ഏകദേശം 2000 വർഷത്തോളമായി തികഞ്ഞ പ്രത്യാശയോടുകൂടി ഈ കന്യക കാത്തിരിക്കുന്നു. ഇവളുടെ യൗവനത്തിനോ സൗന്ദര്യത്തിനോ ഒരു കുറവും ഉണ്ടായിട്ടില്ല. നാഥൻ്റെ തിരുവചനം ഇവൾക്ക് എന്നും പ്രേമലേഖനമാണ്. നാൾ ചെല്ലുംതോറും ഇവൾക്ക് പ്രിയനോടുള്ള അനുരാഗം ഏറി വരുന്നതല്ലാതെ കുറയുന്നില്ല. ഈ കന്യക ആരാണ്? ഈ മണ്ണിൽ ജനിച്ച ഈ പെൺകുട്ടിക്ക് ഇമാതിരിയുള്ള പ്രേമം എവിടെ നിന്ന് കിട്ടി? ഇവിധ പ്രേമം ഈ മണ്ണിൻ്റെ സ്വഭാവമേ അല്ല. പിന്നെ എവിടെ നിന്ന് ഇവൾക്ക് ഈ മാതിരിയുള്ള സ്നേഹം ലഭിച്ചു? പ്രേമ നിറകുടം പ്രയാൻ ഉടച്ചിട്ട് പ്രേയസിക്കേകി ഈ പ്രേമം. പ്രേമത്തിൻ്റെ നിറകുടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു പുരുഷനേ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ഈ പുരുഷന് മാത്രമേ പ്രേമത്തിൻ്റെ സമ്പൂർണതയുള്ളൂ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന ആ പുരുഷൻ ആ പ്രേമ നിറകുടം മണ്ണിൽ സ്വയം ഉടച്ചു. ആ സ്നേഹം മുഴുവൻ ഈ കന്യകയ്ക്ക് കൊടുത്തു. വ്യക്തിപരമായി ഈ സ്നേഹം നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? ഈ കന്യക പുഞ്ചിരി തൂകുന്നു. ഈ പുഞ്ചിരിക്ക് ഇവിധം മധുരം എവിടുന്ന് കിട്ടി? മണവാളൻ മണവാട്ടിക്ക് മധുരം കൊടുക്കുന്നതാണ്. ഈ മണവാളൻ തേൻകുടം മണ്ണിലൊഴുക്കി അതൊരിക്കലും പറ്റാത്ത ഒരു നദിയായി മാറി. ദിനംതോറും ഈ തേൻ കുടിച്ച് വളരുന്ന ഈ പെൺകൊടിയുടെ പുഞ്ചിരിയുടെ രഹസ്യമിതാണ്. ഈ തേൻകുടം ജീവമൊഴിയാണ്.
ഇവളുടെ മോദം, ജ്ഞാനം, ഇമ്പം, ചന്തം ഇതെല്ലാം മണവാളനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സമ്മാനങ്ങളാണ്. ശലോമോൻ രാജാവിൻ്റെ പാട്ടുകളുടെ പാട്ടിൽ ഈ ദിവ്യപുരുഷന്റെ ദിവ്യസ്നേഹമാണ് വാഴ്ത്തിപ്പാടുന്നത്. ഋഗ്വേദം 10-ാം മണ്ഡലം 90-ാം സൂക്തത്തിലുള്ള പുരുഷന്റെ പാട്ടിലും ഈ പുരുഷന്റെ മഹത്വവും ത്യാഗോജ്വലമായ ഇവന്റെ സ്വയം ബലിയും വാഴ്ത്തിപ്പാടുന്നു. സമ്പൂർണനായവൻ പുരുഷനെന്നോതി സംഭൂതരാമുനിമാരും പൂർവനായുള്ളവൻ പുരുഷനാണെന്നി പൂർവികർ ചൊന്നതും കേട്ടു. മുന്നമേ പാപം ദഹിപ്പിച്ചൊം പുരുഷൻ എന്നു പറഞ്ഞതും കേട്ടു. ലക്ഷണമൊത്ത പുരുഷനെ ആരാനും ദൃഷ്ടിയിൽ കണ്ടവരുണ്ടോ? പുരുഷനെ കണ്ടു ഞാനെന്നതാണിപ്പോൾ കാരുണ്യഗാത്രിതൻ പാദം. ഇവൾക്കെന്നും ഈ പുരുഷനെ പ്രകീർത്തിക്കുവാനേ സമയമുള്ളൂ. ഈ മനസ്സിനിയുടെ എല്ലാ നിമിഷങ്ങളും ഈ പ്രിയനെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞിരുന്നു. പൂർണ്ണത്വാത് പുരുഷ, സമ്പൂർണനായവനാണ് പുരുഷൻ. പൂർവോ ജാതക പുരുഷ, സകലത്തിനു മുമ്പേ ജനിച്ചവൻ, ആദിമേയുള്ളവൻ അവനാണ് പുരുഷൻ. സ യത്പൂർവോ അസ്മാത് സർവാൻ പാപ്ന ഔഷത് തസ്മാത് പുരുഷ, സകലത്തിനു മുമ്പേ പാപം ദഹിപ്പിച്ചില്ലാതാക്കുന്നവനാണ് പുരുഷൻ എന്നിങ്ങനെയാണ് വേദോപനിഷത്തുകളിലെ പുരുഷന്റെ നിർവചനം. ഈ പുരുഷനെ അറിഞ്ഞു എന്നാണ് ഇവളുടെ വാദം. ആരാണു നിന്റെ പുരുഷനെന്നെങ്ങാൻ ആരാനും ചോദിച്ചു പോയാ. തൻവിധൻ പുരുഷവർണ്ണനം ചെയ്യുവാൻ അൻവഹം യജ്ഞം തുടങ്ങും. തൻവിധൻ പുരുഷവർണ്ണനം ചെയ്യുവാൻ അൻവഹം യജ്ഞം തുടങ്ങും. അവൾക്ക് ഒരു കഥ പറയുവാനുണ്ട്. ഇവൾ സുന്ദരിയല്ലായിരുന്നു. പാപാന്തകാരത്താൽ അവൾ വിരൂപിയായിരുന്നു. എന്നാൽ അവൾ ഇന്ന് അതിസുന്ദരിയാണ്. അവളുടെ കഥ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ. ും
സാത്താന്റെ അടിമയായിരുന്ന ഇവൾ എപ്രകാരം സ്വതന്ത്രയായി? ഉരുരിട്ടന്റെ കിടാത്തി എങ്ങനെ അതീവ സുന്ദരിയായി? അവൾ കഥ തുടരുകയാണ്. സാത്താൻ മൂക്കുകയറിട്ട് അവളെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ നരകത്തിന്റെ തീയും പുകയും പൊടിയും കണ്ടവൾ ഞെട്ടിയപ്പോൾ അവൾ മേലോട്ട് നോക്കിക്കരഞ്ഞു. അന്നാണ് അവൾ അവളുടെ അരുമനാഥന്റെ സ്വരം ആദ്യമായി കേട്ടത്. ഭാരം ചുമന്നിടും മോമലാളേ എൻ്റെ ചാരത്തണയുക നീയും, ആശ്വാസം കിട്ടിടും വിശ്വാസമുണ്ടെങ്കിൽ ആശ്വസിച്ചിടുക നീയും. ചൊല്ലി മധുരമായി എന്നെയും പേരുമങ്ങിട്ടു വിളിച്ചു. കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നവനെന്നുടെ കണ്ണീരിൽ കണ്ടു ചരിത്രം. കാലന്റെ കെട്ടുകളൊക്കെ അഴിക്കുവാൻ
ഉച്ചസ്വരത്തിൽ പറഞ്ഞു. ശമ്പളം പാപി ഇവൾക്കു മൃതി തന്നെ, സന്ദേഹമില്ലതിനൊട്ടും. ശമ്പളം തീർത്തു കൊടുക്കാതെ നീ ഇന്ന് പമ്പ കടക്കാനോ ഭാവം. മൃത്യുവിൻ ഭീതിയിൽ ഞെട്ടി ഞാനപ്പോഴേ കർത്തനോടുള്ളം പകർന്നു. മൃത്യുമുഖത്തു നിന്നെന്നെ രക്ഷിക്കണേ, മൃത്യുഞ്ജയനൻ പ്രിയനേ. രക്തം ചൊരിഞ്ഞു പരിഹാരം ചെയ്യണം, മൃത്യു വരിക്കണം നൂനം. രക്തം ചൊരിയാതെ മോചനമില്ലെന്ന് വായിച്ചിട്ടില്ലേ പ്രമാണം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. റോമർ 6:22. രക്തം ചൊരിയാതെ മോചനമില്ല. എബ്രായർ 9:22. ഇത് മാറിക്കൂടാത്ത ദൈവവചനമാണ്. അതുകൊണ്ടാണ് സാത്താൻ ഇത്ര ധൈര്യമായി വിളിച്ചു പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. സാത്താൻ നിയമവും ചൊല്ലിയടുക്കവേ പൊട്ടിക്കരഞ്ഞുപോയി ഞാനും. ആരുണ്ടു രക്തം ചൊരിയുവാനായിട്ടു, ആരുണ്ടു മൃത്യു വരിക്കാൻ. കരയേണ്ട നീ എന്നു ചൊല്ലിത്തൻ ചോര ഗുരുവരൻ ചിന്തി. കാണിച്ചവനെന്നെ കാൽവരി ക്രൂശിന്മേൽ പ്രാണൻ വെടിഞ്ഞതാം കാഴ്ച. പൊട്ടിത്തകർന്നൻ മനമതു കണ്ടപ്പോൾ സൃഷ്ടികർത്താവിൻ്റെ യജ്ഞത്തിനായി ഞാൻ വന്നിഭുവനത്തിൽ നിന്നെ രക്ഷിക്കുവാൻ തന്നെ. നാഥന്റെ ശബ്ദം ശ്രവിച്ചൊരു മാത്രേ കോൾമയിർ കൊണ്ടു ഞാൻ നിന്നു. നിൻയാഗം കാണുന്നു ഞാൻ എൻ്റെ കൺമുന്നിൽ, എന്നെ രക്ഷിക്കണേ നാഥാ. ദാസിക്കുണ്ടായോരടിമക്കിടാവു ഞാൻ, ഊരിരുട്ടിൻ്റെ കിടാത്തി. അന്ധകാരം മാറ്റും ബന്ധുര കാന്തി ഞാൻ, നിന്നിരുളൊക്കെയും മാറും. വാനിൽ നിന്നിങ്ങു ഞാൻ താനിറങ്ങി വന്നു, മാനവനായിട്ടു തന്നെ. അവളുടെ ചിത്തത്തിൽ എന്നെന്നും കുടികൊള്ളുന്ന ചിത്തേശ്വരനാണ്. ഈ ചിത്തേശ്വരനെ തന്നെ നോക്കി പാർത്തിരുന്നതിനാൽ അവളുടെ രൂപം ആകെ മാറിപ്പോയി. ഈ മണവാളന്റെ ഗുണഗണങ്ങളടങ്ങിയ സഹസ്രനാമം, 1000 നാമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവളിൽ നിന്ന് ഉയർന്നു. പ്രാണേശനെ കണ്ട മാത്രയിൽ അവളുടെ ഹൃദയം തുളുമ്പി. പ്രാണേശൻ തന്മൊഴി ഇങ്ങനെ കേട്ടപ്പോൾ പ്രാണൻ തുളുമ്പി പോയി എന്നിൽ. ആദിയിൽ സർവവും
സൃഷ്ടിച്ച തമ്പുരാൻ ആദിയിലുള്ള വചനം പുരുഷനായി സാക്ഷാൽ പ്രജാപതി പാരിടത്തിൽ വന്ന കാലം പാപമില്ലാത്ത പുരുഷനായവൻ വിലതികച്ചല്ലോ പാരിൽ. അന്ധന്റെ കണ്ണു തുറന്നവനീ ഭൂവിൽ കേട്ടു ചെവിടനും വാർത്ത ശോഭമനുജക്കരോളും പ്രഭാകരൻ ഭാസ്കരനെന്നും വിളിക്കാം. നീരിലയനവും ചെയ്തോരി മാനവൻ നാരായണൻ തന്നെയാണേ. മുക്തി എനിക്ക് രക്ഷിച്ചു കൊള്ളുകയാൽ സത്യമവനെ മുകുന്ദൻ. പുഷ്ടം പൊറുപ്പിക്കാൻ പാപം അകറ്റുവാൻ മർത്യകുമാരൻ മരിച്ചു. ഞാൻ മരിക്കേണ്ട താം സ്ഥാനത്തി പുരുഷൻ ക്രൂശിന്മേൽ മൃതനായി. ഞാൻ ജീവിക്കുന്നതാൽ നീയും ജീവിക്കും എന്നോദയുത്ഥാനവും ചെയ്തു. മൃത്യുഞ്ജയനവൻ മൃത്യുവെ വെന്നവൻ മർത്യനൊരുവൻ പവിത്രൻ. വിശ്വസിക്കുന്നുവോ എന്നവൻ ചോദിക്കേ വിശ്വസിക്കുന്നു എന്നു ഞാൻ ചൊല്ലി. ശീഘ്രമെൻ കുഷ്ഠം പുറത്തു സാത്താനിട്ട് മുക്കുകയറപ്പോൾ പോയി. ദാസ്യനുഗത്തിന്റെ കെട്ടഴിച്ചിട്ടവൻ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. പൊട്ടിയ ചെങ്ങല ദൂരെ എറിഞ്ഞു ഞാൻ ഇട്ടു സന്തോഷത്തിൻ മാല്യം. ചാവിന്റെ ചെങ്ങല കെട്ടുമായി വന്നോരാ കാലനും മോങ്ങിക്കൊണ്ടോടി. ചിത്തമോദാലിവളന്ന് തൊട്ടിന്നോളം നൃത്തവും പാട്ടും തുടർന്നു. എൻ പ്രിയൻ രക്തമെനിക്കായി ചൊരിഞ്ഞതു എങ്ങനെ ആർക്കു മറക്കാം. എന്നെന്നും ഞാനിനി നാഥനടിമയ വിണ്ണിനി നീ എന്റെ വാസം. കന്യതൻ ചൊല്ലിനൊരന്തവുമില്ലതിനൊട്ടും ആരാണി വള്ളി വധുമണി കന്യക ശോഭ നിറഞ്ഞ മണാട്ടി. കുശിലെ രക്തമിവളെ കഴുകുന്നു പോയി കറയും ചുളിവും. പെണ്ണിനെ കണ്ടവരെല്ലാരും ചൊല്ലുന്നു മണ്ണിലിവക്കൊത്തൊരില്ല. വിണ്ടലനാഥനിവൾക്കായി എത്തുന്നു ഉണ്ടൊരു കല്യാണം നാളെ. കുട്ടും കുരവയും കർപ്പൂര പന്തലും പട്ടും പുടവയുമൊപ്പം. പാട്ടിന്റെ വാട്ടും പുരുഷന്റെ വാട്ടുമായി കേട്ടവർ ഗോൾമയിർ കൊണ്ടു. പാട്ടിന്റെ വാട്ടും പുരുഷന്റെ വാട്ടുമായി കേട്ടവർ ഗോൾമയിർ കൊണ്ടു. ഈ മണവാട്ടിയുടെ ഭാവി പ്രത്യാശയോർത്ത് പുഞ്ചിരി തൂകിക്കൊണ്ടാണ് അവളുടെ നടപ്പ്. അവനെക്കുറിച്ചുള്ളതായ വാർത്തകൾ കേൾക്കുവാൻ എപ്പോഴും അവൾ ചെവി പാർത്തിരുന്നു. അവളുടെ ഗാനങ്ങളൊക്കെയും അവനെക്കുറിച്ചുള്ളതായിരുന്നു.
എല്ലാ ദിവസവും അവൻ്റെ വചനം കേൾക്കുവാൻ അവൾ ആഗ്രഹിച്ച് കാത്തിരുന്നു. അവൾ അവനെ അറിഞ്ഞു. ആദ്യം കേട്ടറിഞ്ഞു, പിന്നെ കണ്ടറിഞ്ഞു. സ്വർഗത്തിൽ വസിക്കുന്ന ഈ മണവാളനെ ഭൂമിയിൽ വസിക്കുന്ന ഇവൾക്ക് എങ്ങനെ കാണുവാൻ കഴിഞ്ഞു? മണവാളൻ അവളുടെ ഉൾക്കണ്ണ് തുറന്നതാണ് അതിന് കാരണം. എങ്കിലും ഈ മണ്ണിൽ അവൾ ഒരു പ്രവാസിനിയാണ്. അവൾ ശരീരത്തിൽ ബന്ധിതയാണ്. അവൻ്റെ സന്നിധിയിലേക്ക് അവൾക്ക് പറന്നുയരണമെന്നുണ്ട്. എങ്കിലും അവൾ കൂട്ടിലടയ്ക്കപ്പെട്ടൊരു കിളിയെപ്പോലെയായിരുന്നു. അവൻ്റെ സന്നിധിക്ക് വേണ്ടി അവൾ ആഗ്രഹിച്ചു. അവനെ തൊട്ടറിയുവാനും തൊട്ടിരിപ്പാനും അവർ ആഗ്രഹിച്ചു. എന്നാൽ ഭൂമിയിൽ വസിക്കുന്ന ഇവൾക്ക് സ്വർഗത്തിലിരിക്കുന്ന മണവാളനെ തൊടുവാൻ എങ്ങനെ കഴിയും? അടച്ചിട്ടിരിക്കുന്ന വാതായനങ്ങൾ ഒന്നുപോലും തുറക്കാതെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ളതായ മൃത്യുഞ്ജയനായ പുരുഷൻ അവളുടെ അടുക്കൽ വന്നു, അവളെ തൊട്ടു. അവൻ തൊട്ടപ്പോൾ അവൾ അവനെ തൊട്ടറിഞ്ഞു. അവൻ തൊട്ടാൽ അറിയാത്തവരായി ആരെങ്കിലുമുണ്ടോ? ആ അനശ്വര സ്പർശനമേറ്റതിനാൽ അവൾ അവളുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിച്ചു. മറ്റാരും അവളെ തൊടുവാൻ അവൾ അനുവദിച്ചില്ല. അവൻ്റെ നാമം നറുമണമെമ്പാടും പൊന്തുന്ന സുരഭില തൈലം പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അറിവിൻ്റെ പടികൾ ഓരോന്ന് അവൾ ചവിട്ടി കയറുകയായിരുന്നു. ആദ്യം കേട്ടറിഞ്ഞു, പിന്നെ കണ്ടറിഞ്ഞു, പിന്നെ തൊട്ടറിഞ്ഞു, പിന്നെ മണത്തറിഞ്ഞു. പിന്നീട് അവൾ രുചിച്ചറിഞ്ഞു. ആ സ്നേഹത്തിൻ്റെ വീഞ്ഞ് രുചിച്ചതായ അവൾ പാടി, എൻ പ്രിയ എന്നെ അടുപ്പിക്കുക നിന്നോട്. സമാധാനം, സന്തോഷം, സൗമ്യത, ആത്മബലങ്ങൾ
അടുത്താകുന്നു വീണ്ടെടുപ്പിൻ കാലം, ദൃഷ്ടി ഉയർത്തി നീ നോക്കൂ. നാഥ നീ എത്തുമ്പോൾ എന്തെന്തു സന്തോഷം, കാത്തിരിപ്പിന്റെ ഒരന്ത്യം. കഷ്ടമെന്നാലും പ്രിയാളിന്റെ പ്രാവിനെ ദുഷ്ടന്റെ മുന്നിലോ വയ്പോ. ഒട്ടും ഭയം വേണ്ട, കൂടെ ഞാനുണ്ടല്ലോ, കഷ്ടം സഹിച്ച മെസ്സിഹ. ദേഹത്തെ കൊന്നാലും ദേഹിയെ കൊല്ലുവാൻ ലോകത്തിൽ ആർക്കു കഴിയും? നെൽമണി പാടത്തു വീഴുമ്പോൾ ദേഹവും ചിഹ്നമാണെങ്കിലും ജീവൻ നഷ്ടപ്പെടില്ലെന്നറിയുവിൻ, കൂടുതൽ ശക്തിയോടങ്ങു കിളുക്കും. എങ്കിലും എൻ കാവെ തേങ്ങേണ്ട നിൻ മനം സംശയം ലേശവും വേണ്ട. നിൻ ശിരസിങ്കലൊരു മുടി പോലുമേ നാശമടയുകയില്ല. നാഥ നിനക്കു സ്തുതി ചൊല്ലും നേരനിൻ കാര്യം ഗ്രഹിപ്പിച്ച എന്നെ. ആ വെളിപ്പാടു ലഭിക്കാൻ അവൾ കൃപ വേണം, തെളിക്കണം ബുദ്ധി. എൻ പ്രിയ കന്യകെ കാത്തിരിക്കൂ നീയും എണ്ണ കരുതി വിളക്കിൽ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടും ഞാൻ, ഗംഭീരനാദം കേൾക്കും. ദൈവിക കാഹളം മാധുരി കൊണ്ടിടും, ദൂതനും ശബ്ദം മുഴക്കും. അങ്ങനെ ഞാൻ വരും കാത്തിരിപ്പിൻ പ്രിയെ, നിന്നെയും കൊണ്ടു ഞാൻ പോകും. അക്കാലമോർത്തു മധുര സ്മിതാശയ ഇപ്പൊഴിയിൽ ഞാൻ നടക്കും. നീ എനിക്ക് നീവ സർവസ്വമൻ പ്രിയ, നീ മാത്രം പോരും എനിക്കു. കഷ്ടത്തിൽ നിന്നു കടന്നു വന്നോൾ, നിന്റെ കഷ്ടവും തീർന്നിടും വേഗം. സ്വർഗത്തിൽ കല്യാണ ഘോഷം മുഴങ്ങിടും, നിത്യമായി നീ വസിക്കും. എങ്കിലും താന്തേ നീ കേൾക്കുക, കാതോർത്തു ചൊല്ലുന്നു ഞാനിത് വീണ്ടും. നിന്നെ മറച്ചൊരു കാര്യം എനിക്കില്ല, സർവം നിനക്കായി മാത്രം. ശുഭ്രാംബരം ചാർത്തി വധൂമ
പുരുഷനിൽ ചേർന്നവർ ഏക ശരീരവുമായി. യേശുമണാളന്റെ മുന്നിലൊരുങ്ങി വന്നാശുഭയാം സഭ നിൽപ്പൂ. വിണ്ടലനാഥനിവൾക്കായങ്ങെത്തുന്നു, ഉണ്ടൊരു കല്യാണം നാളെ. ഹല്ലേലൂയാഘോഷം സ്വർഗീയ പന്തലിൽ, സ്തോത്രസ്തുതികളുമൊപ്പം. പാട്ടിന്റെ പാട്ടും പുരുഷന്റെ പാട്ടുമായി കേട്ടവർ കോൾമയിർ കൊണ്ടു. പാട്ടിന്റെ പാട്ടും പുരുഷന്റെ പാട്ടുമായി കേട്ടവർ കോൾമയിർ കൊണ്ടു. പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെയും അതിനുവേണ്ടി നോക്കി പാർത്തിരിക്കുന്ന സഭയാം മണവാട്ടിയുടെ സ്നേഹവും പ്രത്യാശയും വിളിച്ചറിയിക്കുന്നതായ പ്രേമ കാവ്യത്തിൻ്റെ സംഗീത ചലച്ചിത്രാവിഷ്കാരമാണ് സ്നേഹ മഹാസംഗമം എന്ന പേരിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം മുതലാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. എത്രയും വേഗം സംഭവിക്കുവാൻ പോകുന്നതായ ഈ മഹൽ സംഭവത്തിന് ഇംഗ്ലീഷിൽ റാപ്ചർ എന്ന് പേർ വിളിക്കുന്നു. അതിൻ്റെ ഒരു മലയാള തർജ്ജമ എന്നോണം ഉൾപ്രാവണം എന്നും പറയാറുണ്ട്. എങ്കിലും ഞങ്ങൾ ഈ സംഭവത്തിന് സ്നേഹ മഹാസംഗമം എന്ന് പേർ കൊടുക്കട്ടെ. യേശുക്രിസ്തു ഒഴികെ ഭൂമിയിൽ ജീവിച്ചു മരിച്ചുപോയ മഹാന്മാരിൽ ആരും തന്നെ അവർ രണ്ടാമത് വരുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഒരു കൽപ്പിത കഥയല്ല.